എന്നയുടെ കാര്യം പറഞ്ഞത് പ്രത്യേക ഓർമ്മയിൽ വെച്ചോണം. സുഖമാണല്ലോ അല്ലേ? ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ, എനിക്ക് മാത്രമേ എല്ലാം അറിയാവൂ എന്ന് ചിന്തിക്കുന്ന ഒരാൾ, മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റുകളാണ്, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്ന് പറയുന്ന ഒരാൾ, ഇയാളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? ഒന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ അയാളെക്കുറിച്ച് എന്തായിരിക്കും നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നത്? ഇങ്ങനെ ഒരാൾ വന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും അയാളെക്കുറിച്ച് വിചാരിക്കുന്നത്? അതൊന്ന് കമൻറ്റ് ചെയ്യൂ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ആൾ ഈ കൊച്ചിയിലുള്ള ആളാണ്. അത്യാവശ്യം ഇടയ്ക്കിടയ്ക്കൊക്കെ എയറിൽ കയറണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാം അറിയാമെന്ന് വിചാരിച്ചിട്ട് ശുദ്ധ മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ച് പറയുന്ന ഒരാൾ. അപ്പോൾ അങ്ങനെ ഒരാളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. മുൻപൊരിക്കലും നമ്മൾ സംസാരിച്ചതാണ്. പക്ഷേ ആൾക്കതൊന്നും മതിയാവുന്നില്ല. എന്തെങ്കിലും ഒരു പുതിയ സംരംഭം ഏതെങ്കിലും പാവങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെക്കുറിച്ച് 10 കുറ്റം പറഞ്ഞില്ലെങ്കിൽ പുള്ളിക്ക് ഉറക്കം വരില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഇത്രയൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആരെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. ഞാൻ ഇനി പറഞ്ഞ് വലിച്ച് നീട്ടുന്നില്ല. ആളെ കാണിക്കുന്നതിന് മുൻപായിട്ട്, ആൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതിന് മുൻപായിട്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനൊക്കെ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ, ഹൈപ്പ് കൊടുക്കാൻ മറന്നു പോകല്ലേ. നമുക്ക് വേഗം വീഡിയോയിലേക്ക് വരാം. ഞാൻ പറയാൻ പോകുന്നത് മറ്റാരെയും കുറിച്ചല്ല, മൃണാൾ, ഹംഗ്രി മൃണാൾ. ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമാണ് ആളുടെ അഭിപ്രായങ്ങൾ പുറത്തേക്ക് പറയുന്നത്. അങ്ങനെ പുള്ളിക്കാരൻ പുറത്ത് പറഞ്ഞ ഒരു അഭിപ്രായത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ഇറാനി ചായയും ബൺ മസ്കയും. ആക്ച്വലി ഞാനിത് കഴിച്ചിട്ടില്ല. ട്രിവാൻഡ്രത്ത് എവിടെയൊക്കെ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. കൊച്ചിയിലും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. കേരളത്തിൽ ഇത് വ്യാപകമായി വരുന്ന സമയത്ത് കൊച്ചിയിലാണെന്ന് തോന്നുന്നത് തുടങ്ങിയത്. അതിനുശേഷം പിന്നെ ഒരുപാട് പേര് ഇത് അവരവരുടെ സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മൃണാൾ വന്നിട്ട് അതിനെക്കുറിച്ചും കുറ്റം പറഞ്ഞേക്കാണ്. ഇയാൾക്ക് എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മൃണാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഉള്ളതാണല്ലോ എന്ന് തോന്നും. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നത്. അത് ഈ ഒരു സാധനം മാത്രമല്ല, ഏതൊരു സാധനവും. നമുക്കൊന്ന് കേട്ട് നോക്കാം മൃണാളിന് എന്താണ് പറയാനുള്ളത്. ഒരു 4 വീഡിയോ ഡെയിലി ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 4 കൂടി ചേർത്ത് നമുക്കൊന്ന് സംസാരിക്കാം. ഒന്ന് കണ്ടു നോക്കാം. ബൺ മസ്ക ട്രെൻഡ് അല്ലേ? കഴിച്ചാ ആ സാധനത്തിന് നിങ്ങളെ കൊല്ലാൻ പറ്റും കേട്ടോ. 1 കിലോ അത്യാവശ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2 പേര് ചേർന്ന് ഈ ബൺ മസ്ക ഇറാനി ചായ എന്ന് പറയുന്നൊരു സംഭവം വിപണിയിൽ ഇറക്കി. അവരതിന് ഒരു ചെറിയൊരു പ്രൊമോഷൻ കൊടുത്തു. ഇൻസ്റ്റാഗ്രാമിലാണെന്ന് തോന്നുന്നു കൂടുതലും ആൾക്കാർ അത് കണ്ടത്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അതിനെടുത്ത് വെച്ച് സംസാരിച്ചു. അവർ പോയി ടേസ്റ്റ് ചെയ്ത് നോക്കി, കൊള്ളാമെന്ന് പറയുന്നു. അങ്ങനെ അവരിലേക്ക് ആൾക്കാർ ഒഴുകിയെത്തുന്ന കണ്ടിട്ട് ഒരുപാട് പേര് ഈ സാധനം സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് ഫുൾജാർ സോഡ, കുലുക്കി സർബത്ത്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന സമയത്ത് കുറേ പേര് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ മെല്ലെ ആ ട്രെൻഡ് അവസാനിക്കുന്നതനുസരിച്ച് ആൾക്കാർ അത് നിർത്തി ചിലപ്പോൾ 1-2 പേരുടെ കയ്യിൽ മാത്രമേ അത് ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ മാത്രമാണ് കുലുക്കി സർബത്ത് കാണുന്നത്. വേറെ എവിടെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പോൾ. എന്നാൽ ഇത് തുടങ്ങിയ സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു ബൺ മസ്കയുടെ കാര്യവും. ഇപ്പോൾ ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ ഈ ബൺ മസ്ക ഇറാനി ചായ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ മൃണാൾ പറയുന്നു ഇതിന് നിങ്ങളെ കൊല്ലാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. ഈ ബൺ മസ്ക ഒരു ജങ്ക് ഫുഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും കൊള്ളാമെങ്കിൽ വീണ്ടും പോയി കഴിക്കുകയും ചെയ്യും. എല്ലാ ജങ്ക് ഫുഡ്സും ആൾക്കാർ കാണുന്നത് അങ്ങനെ തന്നെയല്ലേ? ഇത് കഴിച്ചാൽ ഒരു സമയം കഴിയുമ്പോൾ അത് ബുദ്ധിമുട്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ കഴിക്കുന്നത്. അതൊരു പുതിയൊരു അറിവ് പോലെയാണ് മൃണാൾ പറയുന്നത്. ഇത് കഴിക്കില്ല കേട്ടോ, മരിച്ചു പോകും, കൊല്ലാനുള്ള കഴിവുണ്ട്. അതായത് ഒരാൾ പുതിയൊരു സംരംഭം തുടങ്ങി അതൊന്ന് പൊങ്ങി വരുമ്പോൾ തന്നെ അങ്ങ് എന്ത് ചെയ്യുക, അടിച്ച് താഴ്ത്തി അവിടെ അമർത്തുക. ഇത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരെന്താ വിചാരിക്കുക? ഇപ്പം മൃണാളിനെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അവരെന്താ വിശ്വസിക്കുക? അയ്യോ ബൺ മസ്ക കഴിക്കാൻ പാടില്ല, മരിച്ചു പോകും. അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകും. ഈ പാവങ്ങളുടെ കച്ചവടം അവിടെ അവസാനിക്കുകയും ചെയ്യും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സാധനം നമുക്ക് കഴിക്കാൻ പറ്റില്ല. ബേക്കറി പോയി മേടിക്കുന്ന പപ്സ്, അതും ജങ്ക് ഫുഡല്ലേ? അത് കഴിക്കുന്ന ആൾക്കാരില്ലേ? കേക്ക് ജങ്ക് ഫുഡല്ലേ? കഴിക്കുന്ന ആൾക്കാരില്ലേ? അങ്ങനെ എന്തൊക്കെ കോളാസ്, അതൊക്കെ എല്ലാം ജങ്ക് ഫുഡ് തന്നെയാണ്. ഇത് കഴിച്ചാൽ, ഇത് അമിതമായിട്ട് കഴിച്ചാൽ തട്ടിപ്പോകുന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മൃണാൾ അതിനെ കുറ്റപ്പെടുത്തുന്ന പോലെയാണ് സംസാരിക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല, അപ്പടിയാണ് ഇപ്പടിയാണ്. എന്നാൽ എൻ്റെ ഹോട്ടലിൽ, എൻ്റെ റെസ്റ്റോറൻറ്റിലെ ഫുഡ് ഇതിൽ പരം ബെറ്റർ ഫുഡ്, നിങ്ങൾക്ക് യാതൊരു അസുഖം വരില്ല. കൊടുക്കുന്ന ബിരിയാണിയാണല്ലോ, അതിനകത്ത് ഉപയോഗിക്കുന്നത് നെയ്യ്. ഈ പറയുന്ന ഞാനൊന്നും പറയുന്നില്ല, ബാക്കി നോക്കാം. എന്തായാലും മൃണാളിന് ബാക്കി പറയാനുള്ള കൂടെ നമുക്ക് കേൾക്കണം. വില കുറഞ്ഞ ബട്ടർ 600 രൂപ. പ്രോപ്പറായിട്ടൊരു ബൺ മസ്ക ഉണ്ടാക്കാൻ ബേസിക് ഇൻഗ്രീഡിയൻറ്റ് കോസ്റ്റ് മാത്രം മേബി 50. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന വിലയ്ക്ക് അവർക്ക് വിൽക്കാൻ പറ്റുക? സിമ്പിൾ ബട്ടറിൽ ഉപയോഗിക്കുന്ന ഡാൽഡയാണോ? അതൊന്നുമല്ല. അതിനേക്കാളും വില കുറഞ്ഞ സാധനമുണ്ട്, മാർജറിൻ.
ഒരു കിലോയ്ക്ക് 80 ചില്ലറ രൂപയുള്ളൂ. ബട്ടറിനെക്കാളും കാണാൻ മൃണാൾ പറയുന്നത് ഈ ബൺ മസ്കയ്ക്കകത്ത് യൂസ് ചെയ്യുന്നത് ബട്ടർ അല്ല, മറ്റൊരു സാധനമാണ്. അതിൻ്റെ പേരെന്തോ പറഞ്ഞു, എനിക്ക് വ്യക്തമായിട്ട് കേട്ടില്ല. എന്തോ മാഗ്രിനോ അങ്ങനെ എന്തോ സാധനം. അത് വളരെ വില കുറവാണ്, എന്നാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോകും എന്നാണ് മൃണാൾ പറയുന്നത്. ആണ്, ശരിയാണ്. എന്നാൽ എല്ലാവരും അങ്ങനെ തന്നെ ആവണമെന്നുണ്ടോ? അത് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടോ? ബട്ടർ തന്നെ ഉപയോഗിക്കുന്ന ആൾക്കാരില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല മൃണാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. മൃണാളിൻ്റെ ഷോപ്പിൽ മാത്രമാണോ സേഫായിട്ടുള്ള ഫുഡ് ഐറ്റം കിട്ടുന്നത്? മറ്റൊരു സ്ഥലങ്ങളിലും സേഫല്ല. അങ്ങനെയാണെങ്കിൽ കൊച്ചിയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഒരൊറ്റ ഹോട്ടൽ പോരെ? എന്തിനാ ഇത്രയധികം ഹോട്ടൽ? മൃണാൾ എന്ത് ചെയ്യുക? എല്ലാ ഹോട്ടലും അങ്ങ് വിലയ്ക്ക് മേടിക്കുക. ഹംഗ്രി മൃണാളിൻ്റെ ഔട്ട്ലെറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. വേറെ ഒരു റെസ്റ്റോറൻറ്റും കേരളത്തിൽ വേണ്ടതങ്ങ് തീരുമാനിക്കുക, ഗവൺമെൻറ്റിനെ കൊണ്ട് തീരുമാനിപ്പിക്കുക. അപ്പോൾ പിന്നെ ഈ പരാതി പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് എവിടെ നോക്കിയാലും എന്തൊരു പുതിയ സംഭവം വന്നാലും അതിനെക്കുറിച്ച് 10 കുറ്റം പറഞ്ഞില്ലെങ്കിൽ മൃണാളിന് ഉറക്കം വരില്ല. അതൊരു അസുഖമാണ്. ഈ വിശപ്പിൻ്റെ അസുഖമുള്ള പോലെ അതൊരു അസുഖമാണ്. അത് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? സഹിക്കുക തന്നെ, വേറെ നിവർത്തിയില്ല. ഇതിനകത്ത് മൃണാൾ തന്നെ മൃണാളിനെ ഒറ്റി കൊടുക്കുന്നുണ്ട്. അതും കൂടി കേൾക്കാം. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും കുഴപ്പം പിടിച്ച പരസ്യവാചകങ്ങളിലൊന്ന് നിങ്ങൾ കണി കണ്ടുകൊണ്ടിരുന്ന നന്മ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നലെ ഞാൻ ബൺ മസ്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഇത് മാർജറി എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിക്കുക, ബട്ടറല്ല, ഭയങ്കര കുഴപ്പമാണ് എന്നുള്ളത് ചുമ്മാ ആളുകൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പയ്യൻ മെസ്സേജ് അയച്ചു, എൻ്റെ അമ്മ ഹോം ബേക്കറാണ്, ഞങ്ങൾ മാർജറി നല്ല ഉപയോഗിക്കുന്നത്, ഞങ്ങൾ വേറൊരു സംഭവമാണ്, ഇറ്റ്സ് വെരി ഗുഡ്, 30 രൂപ പോലും കോസ്റ്റ് ആവില്ല ഒരു ബൺ മസ്കി ഉണ്ടാക്കാൻ. ഓക്കെ, കണ്ടൻസ് മിൽക്കാന്നാണ് അവൻ പറയുന്നത്. അവൻ എൻ്റെ പകുതി പ്രായമുള്ളൂ, മിക്കവാറും അവൻ്റെ അമ്മയ്ക്ക് എൻ്റെ പ്രായമായിരിക്കും. പക്ഷേ പുച്ഛമാണ്. അവൻ എൻ്റെ പകുതി പ്രായമുള്ളൂ. മൃണാളെ, അറിവ് എന്ന് പറയുന്നത് പ്രായം കൊണ്ടല്ല അളക്കേണ്ടത്. നിങ്ങളുടെ അത്ര പ്രായം വേണമെന്നില്ല ഒരാൾക്ക് നിങ്ങളെക്കാളും അറിവുണ്ടാവാൻ. അപ്പോൾ നിങ്ങൾ പുച്ഛിക്കരുത്. നിങ്ങളുടെ ഈ പുച്ഛഭാവമാണ് ഒരു പക്ഷേ നിങ്ങളെ ആൾക്കാർക്ക് വെറുപ്പായിട്ട് മാറുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കും. നിങ്ങൾക്ക് ഈ സൊസൈറ്റിയിൽ നടക്കുന്ന ഈ ഹോട്ടൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകളുണ്ടായിരിക്കും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ മറ്റുള്ളവർക്ക് അറിവില്ല എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ മാത്രമാണ് ശരി, നിങ്ങൾക്ക് മാത്രമാണ് അറിവുള്ളത് എന്നൊരു വിചാരം നിങ്ങൾക്കുണ്ട്. അതാണ് ആൾക്കാർക്ക് നിങ്ങളോട് ഇത്രയധികം വെറുപ്പുണ്ടാവുന്നത്. അല്ലാതെ നിങ്ങളുടെ ഹോട്ടലിൽ വന്ന് കഴിച്ച ആൾക്കാരിൽ കുറേ പേര് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ സംസാരം, ഞാൻ ഈ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആ ഹോട്ടലിൽ ഇല്ലായിരുന്നുവെങ്കിൽ അത് മര്യാദയ്ക്ക് നടന്നു പോകുന്നു, അങ്ങനെ ഒരു അഭിപ്രായം കേട്ടു. അതൊരു പക്ഷേ നിങ്ങളുടെ സംസാരം കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അഭിപ്രായം ആൾക്കാർക്ക് വരുന്നത്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പുച്ഛമാണ്, എല്ലാവരോടും പുച്ഛമാണ്, എല്ലാ വ്യക്തികളോടും പുച്ഛമാണ്. പറഞ്ഞിട്ടില്ലേ, അവൻ എൻ്റെ പകുതി പ്രായമേ ഉള്ളൂ, അവൻ്റെ അമ്മയ്ക്ക് എൻ്റെ പ്രായം ഉണ്ടാവും. അതൊക്കെ എന്ത് സംസാരമാണ്? അവരെന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടെന്ന് വെച്ചാൽ കണ്ടൻസ് മിൽക്ക് സോളിഡ്സ്, എവാപറേറ്റഡ് മിൽക്ക്, ഷുഗർ, എന്താ കുഴപ്പം? മിൽക്ക് എന്ന് പറയുന്ന സാധനം ഭയങ്കര കുഴപ്പമാണ്. 30% ഇന്ത്യക്കാർക്ക് മാത്രമേ പാല് നന്നായി ദഹിപ്പിക്കാൻ പറ്റുള്ളൂ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. 70% പേര് അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നത്തിലാവും. ഇതാണ് സത്യം. ഇപ്പം നമ്മൾ കാണുന്ന പലതും വെറും മാർക്കറ്റിംഗ് തന്ത്രമാണ്. മോനെ, നീ എൻ്റെ സ്റ്റാഫിനോട് ചൂടായി, അവരെ നിന്നോട് പറഞ്ഞു ഒന്ന് പോടോ എന്ന് പറഞ്ഞു, നീ അവരോടും പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ ആ സ്ക്രീൻഷോട്ടൊക്കെ ഇന്ന് രാവിലെയാണ്, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് കണ്ടത്. നിന്റെ വിശ്വാസം ശരിയാണ്, പാലല്ലേ, എന്ത് സംഭവിക്കാനാണ്. പക്ഷെ അതങ്ങനല്ല. പെർപ്ലക്സിറ്റിയിലോ ചാറ്റ് ജിപിടിയിലോ എവിടെയെങ്കിലും നോക്ക്, ഗൂഗിൾ ചെയ്ത് നോക്ക്. ദിസ് ഇസ് നോട്ട് ഈസി. നമ്മളെ പലതും പറഞ്ഞ് പലരും തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആൻഡ് പാല്, ഷുഗർ പിന്നെ എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ. അതുകൊണ്ട് മൃണാൾ ചായ കുടിക്കത്തില്ല, പാല് കൊള്ളത്തില്ല, പാലുൽപ്പന്നങ്ങൾ കൊള്ളത്തില്ല, പഞ്ചസാര പിന്നെ തീരെ കൊള്ളത്തില്ല. അതുകൊണ്ട് മൃണാൾ ഇതൊന്നും ഉപയോഗിക്കാറില്ല. ചായ കുടിക്കത്തില്ല, കട്ടൻ ചായയാണ്, പഞ്ചസാര ഇടാറുമില്ല. പഞ്ചസാര ഉപയോഗിക്കുന്ന ഒരു സാധനം മൃണാൾ തൊടാറില്ല. അതാണോ സത്യം? അങ്ങനെ ആയിരിക്കുമോ? ലഡു കഴിക്കില്ല, ജിലേബി കഴിക്കില്ല, പിന്നെ പാലുൽപ്പന്നങ്ങളൊന്നും കഴിക്കില്ല, കോഫി കഴിക്കത്തില്ല, കോഫി തൊടത്തേയില്ല അല്ലേ? അടുത്ത വീഡിയോ. നിങ്ങൾ എന്തിനാണ് ഈ ബൺ മസ്കൊക്കെ വെക്കുന്ന പാവങ്ങളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? അവരുടെ ഇൻഗ്രീഡിയൻസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവർ പാവങ്ങളല്ല, അവർ നന്നായിട്ട് കച്ചവടം ചെയ്ത് ജീവിച്ചിട്ട് നിങ്ങളിതിനെ ഉപദ്രവിക്കുന്നു. ഫുഡ് ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ഏത് റവന്യൂ സ്ട്രീമായാലും, കുറവ് റവന്യൂ, കൂടുതൽ റവന്യൂ, എന്തോ ആയിക്കോട്ടെ, ഒരു പാവങ്ങളായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നും നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മോശമൊന്നും ഉപയോഗിക്കില്ല. എത്ര ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷം വരുന്ന ഒന്നും ഉപയോഗിക്കില്ല എന്ന് നിർബന്ധമുള്ള ആൾക്കാരാണ്. അതാണ് അതിൻ്റെ പ്രധാന കാരണം. ഇതിൽ മൃണാൾ പാവമാണോ പണക്കാരനാണോ ഒന്ന് പറയുമോ? മൃണാൾ പറയുന്നു ഫുഡ് ഇൻഡസ്ട്രിയിൽ പാവങ്ങളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ അതിനകത്ത് ഉഡായിപ്പ് കാണിക്കത്തില്ല, ഈ പറയുന്ന മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല, അതുകൊണ്ടാണ് അവർ പാവങ്ങളായിട്ട് ഇരുന്ന് പോകുന്നത്. മൃണാളിൻ്റെ ഈ പറയുന്ന സംസാരം കേട്ട് കഴിഞ്ഞാൽ മൃണാൾ പാവമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അങ്ങനെയാണെങ്കിൽ മൃണാൾ അതിനകത്ത് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ചേർക്കുന്നുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? അല്ലേ? ഇനി
ഒരു എണ്ണയുടെ കാര്യം മൃണാൾ പറയുന്നുണ്ട്, നമുക്കതൊന്ന് കേട്ട് നോക്കാം. അതിനകത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ 400 ചില്ലറ രൂപയാണ് കഴിഞ്ഞ കുറേ മാസത്തെ വെളിച്ചെണ്ണയുടെ ആവറേജ് വില. അത് ഉപയോഗിച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് സ്നാക്സ് ഫ്രൈ പലരും ഉപയോഗിക്കുമല്ലോ. ആ എണ്ണ ഡിസ്പോസ് ചെയ്യണമല്ലോ. അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞത് 55 രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. 50 രൂപ ഞങ്ങൾക്ക് എന്നിട്ടാണ് അവരെടുത്തുകൊണ്ട് പോകുന്നത് ബയോഫ്യൂൽ ഉണ്ടാക്കുക. ആ വണ്ടിയുടെ ഡ്രൈവർ ഞങ്ങളുടെ ഷെഫിനോട് പറഞ്ഞതാണ് ഇവിടുത്തെ പല റെസ്റ്റോറൻറ്റുകളും പല ആൾക്കാരും ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ തരുന്ന വിലയേക്കാളും കുറച്ച് കൂടുതലൊന്നും വാങ്ങിക്കുന്നുണ്ടെന്ന്. അവർ അതിനകത്ത് വെളിച്ചെണ്ണയുടെ ഫ്ലേവറും ഉണ്ട്, ഞങ്ങൾ ഉപയോഗിച്ച മസാലയുടെ എല്ലാം ഉണ്ട്. അത് ഉപയോഗിച്ച് അവർ കുക്ക് ചെയ്തിട്ട് അവർ വിൽക്കുകയാണ്. റെസ്റ്റോറൻറ്റ് വിൽക്കുകയാണ്, ഓൺലൈൻ ഡെലിവറി ഒക്കെ സ്വിഗ്ഗിയിൽ സൊമാറ്റോയിലുണ്ടവർ. ഞങ്ങൾ വിൽക്കുന്ന ഡിഷസ് അതിൻ്റെ പകുതി വിലയ്ക്ക് അവർ നിങ്ങൾക്ക് വിൽക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, ഈ പറഞ്ഞത് എത്ര വലിയ അലിഗേഷനാണ്. അതായത് കൊച്ചിയിലുള്ള മൃണാളിൻ്റെ ഷോപ്പുകളിൽ നിന്ന് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ബയോഫ്യൂൽ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തുവിടുന്ന എണ്ണ കൊച്ചിയിലെ പല റെസ്റ്റോറൻറ്റുകാരും തുച്ഛമായ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് അവരവിടെ വറുത്തതും പൊരിച്ചതും കരിച്ചതും ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു. മൃണാൾ ഉൾപ്പെടുന്ന ആൾക്കാർ ഇതിനകത്ത് പ്രതികളല്ലേ? ഇത് അറിഞ്ഞിട്ടും മൃണാൾ ഇത് കൊടുക്കുന്നില്ലേ? ശരിയല്ലേ? ഞാൻ ഈ പറയുന്ന പോയിന്റ് ശരിയല്ലേ? മൃണാൾ തന്നെ പറയുന്ന കാര്യം, എൻ്റെ ഷോപ്പിൽ നിന്ന് ഞാൻ ഡംപ് ചെയ്യാൻ വേണ്ടി കൊടുത്തുവിടുന്ന എണ്ണ വേറെ മറിച്ച് വിൽക്കുന്നു എന്ന് എൻ്റെ സ്റ്റാഫ് അറിഞ്ഞിട്ടും ഞാനിത് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ ക്രൈമാണ് മൃണാൾ ചെയ്യുന്നത്? ഇത് ഞാൻ പറഞ്ഞതല്ല, മൃണാൾ തന്നെ പറയുന്നതാണ്. ക്രിമിനൽ കുറ്റമല്ലേ അത്? ഈ വാങ്ങുന്നവനും വിൽക്കുന്നവനും ഇതിൽ ഒരേപോലെ തെറ്റുകാരനല്ലേ? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ അന്യൻ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ അന്യൻ സിനിമയിൽ വിക്രം, അദ്ദേഹമാണ് നായകൻ. അദ്ദേഹത്തിന് അനിയത്തിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ ഇലക്ട്രിക് ഷോക്ക് ആയിട്ട് മരിച്ചു പോകുന്നൊരു ക്യാരക്ടറാണ്. ലൈൻ കമ്പി പൊട്ടി മഴവെള്ളത്തിൽ വീണ് കിടക്കുന്ന സമയത്ത് ഇലക്ട്രിക് ഷോക്ക് അടിച്ച് മരിച്ചു പോകുന്നതാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് നെടുമുടി വേണു സാറാണ്. നെടുമുടി വേണു സാർ അധികാരപ്പെട്ട ആളുകളെല്ലാം കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഈ ലൈൻ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി, ഓഫ് ചെയ്യാൻ വേണ്ടി, ഇലക്ട്രിക് ലൈൻ ഓഫ് ചെയ്യാൻ വേണ്ടി. പക്ഷേ അവിടെ ആരും അതിന് തയ്യാറാവുന്നില്ല. PWD കുറ്റക്കാരനാണ്, ലൈൻമാൻ കുറ്റക്കാരനാണ്, ഇലക്ട്രിസിറ്റി ഓഫീസർ കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേരുടെ പേരിൽ ഈ പറയുന്ന കുറ്റം ആരോപിച്ച് കേസ് ഫയൽ ചെയ്തു. അവസാനം അവർക്ക് നീതി കിട്ടി. പക്ഷേ അവിടെ ആ കുട്ടി മരിച്ചുപോയി. ഇതാണ് ആ സിനിമയുടെ സ്റ്റോറിയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അവിടെ കോടതി വിധിച്ചത് എന്താണ്? ഇതിൽ കുറ്റവാളികളായ എല്ലാവരും ശിക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞ പോലെ ഇവിടെയും കൊച്ചിയിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ആർക്കെങ്കിലും അസുഖം വന്നാൽ മൃണാൾ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും കുറ്റക്കാരാവില്ലേ? മൃണാൾ തന്നെ പറയുന്നു, എൻ്റെ ഷോപ്പിൽ നിന്നും ഞാൻ ഡംപ് ചെയ്യാൻ കൊടുത്തുവിടുന്ന, ബയോഫ്യൂൽ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തുവിടുന്ന, അല്ലെങ്കിൽ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ അത് മറ്റു പല കടകളിലും കൊടുക്കുകയാണ്. ഇത് അറിഞ്ഞിട്ടും മൃണാൾ അത് കൊടുക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു, കാലങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. തെറ്റല്ലേ? തെറ്റല്ലേ? നിങ്ങൾ പറ. ഞാൻ പറഞ്ഞതല്ല, മൃണാൾ പറഞ്ഞതാണ്. വലിയ ഒരു ക്രെഡിറ്റായിട്ട് പറയുകയാണ്. അതിൽ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഉണ്ട്, ഞങ്ങൾ ഉപയോഗിച്ച മസാലയുണ്ട്, എല്ലാം ഉണ്ട്. ഈ സാധനം കൊടുത്തുവിടുന്നത്, കൊണ്ടുപോകുന്നത് ഇന്ന സ്ഥലങ്ങളിലേക്കാണ് എന്ന് അറിഞ്ഞിട്ടും അത് പിന്നെയും പിന്നെയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറ്റമല്ലേ? നിങ്ങൾ പറ. 100% ക്രൈമാണ് മൃണാൾ ചെയ്യുന്നത്. ആരും ചോദിക്കാനില്ല. ബാക്കി അത് ഉപയോഗിച്ച് അവർ കുക്ക് ചെയ്തിട്ട് അവർ വിൽക്കുകയാണ്, റെസ്റ്റോറൻറ്റിൽ വിൽക്കുകയാണ്, ഓൺലൈൻ ഡെലിവറി ഒക്കെ സ്വിഗ്ഗിയിൽ സൊമാറ്റോയിലുണ്ടവർ. ഞങ്ങൾ വിൽക്കുന്ന ഡിഷസ് അതിൻ്റെ പകുതി വിലയ്ക്ക് അവർ നിങ്ങൾക്ക് വിൽക്കുകയാണ്. ഓ, അതാണ് മൃണാളിൻ്റെ പ്രശ്നം. അല്ലാണ്ട് ഈ വിഷം വിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മൃണാൾ കൊടുക്കുന്ന വിഷം അവർ വാങ്ങിച്ച് അവരുടെ പ്രോഡക്റ്റായിട്ട് മാറ്റി വിൽക്കുന്നതിന് കുഴപ്പമില്ല. ഞങ്ങൾ കൊടുക്കുന്നതിനേക്കാളും പകുതി വിലയ്ക്ക് കൊടുക്കുന്നുണ്ടാണ് പ്രശ്നം. താനൊക്കെ സുഹൃത്തുക്കളെ, ഇവരാരും പാവങ്ങളല്ല. നിങ്ങളെ കൊല്ലുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്നവർ പാവങ്ങളല്ല. അവർ നിങ്ങളെ തുരന്ന് ജീവിക്കുന്നവരാ. നിങ്ങൾക്ക് സത്യം കേൾക്കുന്നത് തീരെ ഇഷ്ടമല്ലേ? ഇതൊരു വല്ലാത്ത സത്യമായിപ്പോയി മൃണാൾ, വല്ലാത്ത സത്യമായിപ്പോയി. പറയാണ്ടിരിക്കാൻ വയ്യ. നിങ്ങൾ ഇമാതിരി തോന്നിവാസം കാണിച്ചിട്ട് പിന്നെയും വന്നിരുന്നിട്ട് ഓരോരോരോ മുടന്ത് ന്യായങ്ങൾ പറയുന്ന കേൾക്കുമ്പോഴേ. അമൂല്, മിൽമ തുടങ്ങിയ ബ്രാൻഡുകൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീനെ സീരിയസ് ആയി എടുക്കുന്നവരുടെ മുമ്പിൽ എപ്പോഴും ഒരു ചോദ്യം ആണ്. 1 ലിറ്റർ നെയ്യ് അല്ലെങ്കിൽ 1 കിലോ ബട്ടർ ഉണ്ടാക്കാൻ 20 ചില്ലറ ലിറ്റർ പശുവിന്റെ പാല് വേണം എന്നാണ് കണക്ക്. ഇപ്പം മിൽമ കർഷകർക്ക് കൊടുക്കുന്ന വില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 800 രൂപയുടെ അടുത്ത് വിലയുടെ പാല് വേണം. പാല് സംഭരിച്ച് ഒരു പ്ലാന്റിൽ എത്തിക്കണം അല്ലെ? വലിയൊരു പ്ലാന്റ് വേണം. അതിന് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റുകളുണ്ട്. അവിടെ ഇലക്ട്രിസിറ്റി വേണം, വേസ്റ്റ് മാനേജ്മെന്റ്, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ശമ്പളം, അങ്ങനെ 100 കണക്കിന് ചെലവ് അവിടെ ഉണ്ടാവും അല്ലെ? അത് കഴിഞ്ഞ് ഇത് പാക്കേജ് ചെയ്യണം, ബ്രാൻഡിങ് കോസ്റ്റ്, മാർക്കറ്റിംഗ് കോസ്റ്റ്, അതൊക്കെ കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് റീറ്റെയിലർ എടുത്തിരിക്കണം. റീറ്റെയിലർ ഒരു മാർജിൻ എടുക്കില്ലേ, സൂപ്പർ മാർക്കറ്റ് ആയാലും ആരായാലും. അപ്പോ 800 രൂപയുടെ റോ മെറ്റീരിയലും ഈ ബാക്കിയുള്ള കോസ്റ്റുകൾ ഞാൻ പലതും മറന്നുപോയിട്ടുണ്ടോ പറയാൻ, എല്ലാം കഴിയുമ്പോൾ 1000 രൂപയുടെ മേലെ കുറെ കൂടുതൽ പൈസക്കല്ലേ ഇത് വെക്കേണ്ടത്. എന്നിട്ട് ഇവരെങ്ങനെ ഇത് പകുതിയോ അല്ലെങ്കിൽ അതിന്റെ താഴെയോ വിലക്ക് ഇവർക്ക് വിൽക്കാൻ പറ്റുന്നത്? ഇവരിത് നഷ്ടത്തിൽ നോക്കുന്നുണ്ടാവുമോ? അമൂൽ ആയിരക്കണക്കിന് കോടി രൂപ ലാഭം ഉണ്ടാകുന്ന കമ്പനിയാണ്. മിൽമ ആയാലും കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാകുന്നുണ്ട്. പിന്നെ മിൽക്കിന്ന് എന്തെങ്കിലും എക്സ്ട്രാക്ട് ചെയ്ത്, പക്ഷെ ഇത് ഫാറ്റാണ് പ്രധാനമായിട്ട് ഇതിലെ കണ്ടന്റ്. പിന്നെ മിൽക്കിൽ എന്താ ബാക്കിയുള്ള വെള്ളമോ അവരത് മിൽക്ക് പൗഡറാക്കി വെക്കുന്നുണ്ടാവും. ഒരു പിടിയും കിട്ടുന്നില്ല ആലോചിച്ചിട്ട്. അതുകൊണ്ട് തന്നെ കൊള്ളാവുന്നൊരു ബിരിയാണിക്കാരൻ മിൽമയുടെ അമൂലിന്റെ നെയ്യ് കൊടുത്താൽ അംഗീകരിക്കില്ല.
അടുത്ത ഒരു പൊട്ടത്തരം. അപ്പോൾ മൃണാളുടെ ഷോപ്പിൽ ഉണ്ടാക്കുന്ന നെയ്യ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ബിരിയാണി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന നെയ്യ്, മൃണാളുടെ വീട്ടിൽ കുറേയധികം പശുക്കളെ നിർത്തി പശു ഫാമൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് കറന്നെടുക്കുന്ന പാലിൽ നിന്ന് അത് കടഞ്ഞ് നെയ്യെടുത്ത് അതെടുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അങ്ങനെയാണോ? ശരിക്കും മൃണാൾ പൊട്ടനാണോ? പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? 1 കിലോ നെയ്യാണോ അമൂലും മിൽമയൊക്കെ ഉണ്ടാക്കുന്നത്? 1 കിലോ നെയ്യ് ഉണ്ടാക്കാൻ ഈ പറഞ്ഞ രീതിയിലുള്ള അത്രയധികം ക്വാണ്ടിറ്റി സാധനങ്ങൾ വേണമായിരിക്കും. പക്ഷേ ഇതൊരു ഹ്യൂജ് എമൗണ്ടിൽ ഉണ്ടാക്കുമ്പോൾ അവിടെയാണല്ലോ അവരുടെ പ്രോഫിറ്റ്. പിന്നെ പാലിൽ നിന്ന് നെയ്യ് മാത്രമല്ല ഉണ്ടാക്കുന്നത്, മറ്റ് പല സാധനങ്ങളും പുറത്തേക്ക് വരുന്നില്ലേ, ഒരുപാട് സാധനങ്ങൾ പുറത്തേക്ക് വരുന്നില്ലേ? ഇതൊക്കെ തന്നെയാണ് അവരുടെ പ്രോഫിറ്റ്. അല്ലാണ്ട് നെയ്യ് മാത്രം ഉണ്ടാക്കുന്നു, അതും 1 കിലോ. എന്താണ് പറയുന്നത്? ഇനി നാളെ മുതൽ മണ്ടത്തരത്തിന് മൃണാളെന്ന് പേരിടേണ്ടി വരുമോ? എനിക്കറിയുന്നില്ല എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നുള്ളത്. എനിവേ, നന്നാവത്തില്ല. നന്നാക്കാൻ ശ്രമിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞില്ലെങ്കിൽ മൃണാളിനൊരു സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചേട്ടനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ ചോദ്യം ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആളുകൾ വന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും റിയാക്ട് ചെയ്യുന്നത്, എന്തായിരിക്കും പറയുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ. എന്നയുടെ കാര്യം പറഞ്ഞത് പ്രത്യേക ഓർമ്മയിൽ വെച്ചോണം. കൊച്ചിയിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ഹോട്ടലുകളിൽ ഓൾമോസ്റ്റ് ഒക്കെ പോകുന്നത് മൃണാളിൻ്റെ ഡംപ് ചെയ്യാൻ കൊടുക്കുന്ന എണ്ണകളാണെന്നാണ് മൃണാൾ പറയുന്നത്. ഞാൻ പറയുന്നതല്ല കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.